കുടിയേറ്റ നിയമങ്ങളും മാന്യമായ മനുഷ്യാവകാശങ്ങളും തമ്മിലുള്ള പോരാട്ടം ഒരു പുതിയ അധ്യായത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഫെഡറൽ ഇമിഗ്രേഷൻ ഏജന്റുമാരുടെ കടുത്ത നടപടികൾക്കും ഭയത്തിനും നടുവിൽ കഴിയുന്ന ആയിരക്കണക്കിന് കുടിയേറ്റ കുടുംബങ്ങൾക്ക് വലിയൊരു ആശ്വാസ വാർത്ത എത്തിയിരിക്കുന്നു. അമേരിക്കയിലെ മസാച്ചുസെറ്റ്സ് സംസ്ഥാനത്ത് കുടിയേറ്റക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ചരിത്രപ്രധാനമായ പ്രൊട്ടക്ട് ആക്ട് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. രാജ്യത്ത് തന്നെ ഒരു സംസ്ഥാനം കുടിയേറ്റക്കാർക്കായി നടപ്പിലാക്കുന്ന ഏറ്റവും ശക്തമായ നിയമപരമായ സംരക്ഷണമെന്നാണ് നിയമവിദഗ്ധരും മനുഷ്യാവകാശ പ്രവർത്തകരും ഇതിനെ വിശേഷിപ്പിക്കുന്നത്. കോടതികൾ, സ്കൂളുകൾ, ക്ലിനിക്കുകൾ, കുഞ്ഞുങ്ങളെ പരിചരിക്കുന്ന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ വെച്ച് വ്യക്തികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് ഫെഡറൽ ഏജന്റുമാരെ തടയുന്നതും കുടിയേറ്റക്കാരുടെ പൗരാവകാശങ്ങൾ ലംഘിക്കുന്ന ഫെഡറൽ ഉദ്യോഗസ്ഥർക്കെതിരെ സംസ്ഥാന കോടതികളിൽ നേരിട്ട് കേസ് കൊടുക്കാൻ അധികാരം നൽകുന്നതുമാണ് ഈ പുതിയ നിയമം. എന്താണ് ഈ പ്രൊട്ടക്ട് ആക്ട്? എന്തുകൊണ്ടാണ് ഇത് ഇത്രയധികം ചർച്ചയാകുന്നത്? കുടിയേറ്റക്കാരുടെ ജീവിതത്തിൽ ഇത് ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. മസാച്ചുസെറ്റ്സിലെ ചെൽസി എന്ന നഗരത്തിലുള്ള ലേ കൊളാബറേറ്റീവ എന്ന സാമൂഹിക സേവന സംഘടനയുടെ ഓഫീസിൽ വെച്ചാണ് ഈ നിയമനിർമ്മാണം നടന്നത്. ജനസംഖ്യയുടെ 41% വിദേശത്ത് ജനിച്ച കുടിയേറ്റക്കാരുള്ള നഗരമാണ് ചെൽസി. കഴിഞ്ഞ കുറച്ചു കാലമായി അമേരിക്കൻ ഫെഡറൽ ഇമിഗ്രേഷൻ ഏജൻസിയായ ICEയുടെ ശക്തമായ റെയ്ഡുകൾക്ക് ഇരയായ പ്രദേശം കൂടിയാണിത്. ഈ പ്രൊട്ടക്ട് ആക്ടിൽ ഒപ്പുവെച്ചുകൊണ്ട് ഗവർണർ മോറ ഹീലി വ്യക്തമാക്കിയത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ഇന്ന് ഒപ്പുവെക്കുന്നത് ഒരു പൊതുസുരക്ഷാ നിയമത്തിലാണ്. ഫെഡറൽ ഇമിഗ്രേഷൻ ഏജൻസി നടത്തുന്ന അനാവശ്യ ഭീതിജനകമായ ഇടപെടലുകൾ നമ്മുടെ സമൂഹത്തിന്റെ സുരക്ഷിതത്വം കുറയ്ക്കുക മാത്രമാണ് ചെയ്യുന്നത്. കൺമുന്നിൽ നടക്കുന്ന കാര്യങ്ങൾ കാണുന്ന ആർക്കും അത് മനസ്സിലാകും. ഈ രാജ്യത്ത് കുടിയേറ്റ പരിഷ്കാരങ്ങൾ ആവശ്യമാണ്. എന്നാൽ ICE ചെയ്യുന്ന തെറ്റായ നടപടികൾ അവസാനിപ്പിക്കേണ്ടത് അത്യാവശ്യവുമാണ്. ജനപ്രതിനിധിയായ ജൂഡിത്ത് ഗാർഷ്യ പ്രസ്താവിച്ചതുപോലെ ഇത് പ്രത്യാശയുടെ ദിവസം മാത്രമല്ല, ശക്തമായ നടപടികളുടെ ദിവസം കൂടെയാണ്. കഴിഞ്ഞ ഒരു വർഷമായി സംസ്ഥാനത്ത് നടത്തിയ കടുത്ത റെയ്ഡുകളിൽ ആയിരക്കണക്കിന് ആളുകൾ കസ്റ്റഡിയിലാവുകയും സ്കൂളുകളിൽ കുട്ടികളുടെ ഹാജർ കുറയുകയും വീടുകളിൽ ഭയത്തിന്റെ അന്തരീക്ഷം രൂപപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. ഇനി നമുക്ക് ഈ പ്രൊട്ടക്ട് ആക്ട് എന്താണെന്നും ഇതിലെ പ്രധാന വ്യവസ്ഥകൾ മുന്നോട്ട് വെക്കുന്നത് എന്തൊക്കെയാണെന്നും നോക്കാം. ഒന്നാമത്തത് സുരക്ഷയാണ്. ജഡ്ജി ഒപ്പിട്ട വാറന്റ് ഇല്ലാതെ കോടതി വളപ്പുകൾ, സ്കൂളുകൾ, ചൈൽഡ് കെയർ സെന്ററുകൾ, ആരോഗ്യ ക്ലിനിക്കുകൾ എന്നിവിടങ്ങളിൽ നിന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഇമിഗ്രേഷൻ അറസ്റ്റുകൾ നടത്താൻ ICE ഏജന്റുമാർക്ക് അനുവാദമുണ്ടായിരിക്കില്ല. അടുത്തത് ലോക്കൽ പോലീസിന്റെ സഹകരണത്തിന് തടസ്സമാണ്. 2017 ലണ്ടൻ സുപ്രീം ജുഡീഷ്യൽ കോടതി വിധി ഈ നിയമത്തിലൂടെ പൂർണ്ണമായും പ്രാബല്യത്തിലാക്കി. അതായത് കോടതി വാറന്റ് ഇല്ലാതെ ഇമിഗ്രേഷൻ ഏജന്റുമാരുടെ ആവശ്യപ്രകാരം മാത്രം ഒരാളെ കസ്റ്റഡിയിൽ വെക്കാൻ പ്രാദേശിക പോലീസിന് അധികാരമില്ല. അടുത്തത് പൗരാവകാശ ലംഘനങ്ങൾക്കെതിരെ കേസെടുക്കും എന്നതാണ്. കുടിയേറ്റ പരിശോധനയ്ക്കിടെ പൗരാവകാശങ്ങൾ ലംഘിക്കുന്ന ഫെഡറൽ ഉദ്യോഗസ്ഥർക്കെതിരെ സംസ്ഥാന കോടതികളിൽ നേരിട്ട് നഷ്ടപരിഹാര കേസ് ഫയൽ ചെയ്യാൻ പൗരന്മാർക്ക് സാധിക്കും. അടുത്തത് വിവരശേഖരണത്തിലും ചോദ്യങ്ങളിലും വിലക്കേർപ്പെടുത്തും. ഭൂരിഭാഗം സാഹചര്യങ്ങളിലും പ്രാദേശിക നിയമപാലകർ ഒരു വ്യക്തിയോട് അവരുടെ പൗരത്വത്തെക്കുറിച്ചോ കുടിയേറ്റ നിലയെക്കുറിച്ചോ ചോദിക്കാൻ പാടില്ല. അടുത്തത് തൊഴിലാളികളുടെ ഉത്തരവാദിത്തമാണ്. തൊഴിലുടമകൾക്ക് സ്ഥാപനത്തിൽ I-9 ഓഡിറ്റ് നടക്കുമെന്ന നോട്ടീസ് ലഭിച്ചാൽ 48 മണിക്കൂറിനകം അത് ജീവനക്കാരെ അറിയിച്ചിരിക്കണം. അടുത്തത് കുട്ടികളുടെ സംരക്ഷണമാണ്. കുടിയേറ്റക്കാരായ മാതാപിതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെടുകയോ നാടുകടത്തപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ അവരുടെ കുട്ടികളുടെ സംരക്ഷണം മറ്റൊരാളെ മുൻകൂട്ടി ഏൽപ്പിക്കാനുള്ള ഗാർഡിയൻഷിപ്പ് നിയമങ്ങൾ കൂടുതൽ ലളിതമാക്കി. ഇത് മാതാപിതാക്കൾക്ക് വലിയൊരു മനസ്സമാധാനം നൽകുന്നു. നിയമം നിലവിൽ വന്നെങ്കിലും ഇത് പ്രായോഗിക തലത്തിൽ എത്രത്തോളം വിജയകരമാകും എന്നതിൽ ചില സംശയങ്ങളും ഉയരുന്നുണ്ട്. ശാസ്ത്രജ്ഞയായ ലിസ മായ നോവർ അഭിപ്രായപ്പെടുന്നത് കോടതി വളപ്പുകളിൽ നിന്നുള്ള അറസ്റ്റ് തടഞ്ഞത് ആളുകളിൽ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ധൈര്യം വീണ്ടെടുക്കാൻ സഹായിക്കുമെന്നാണ്. എന്നാൽ ഇവിടുത്തെ പ്രാദേശിക ഉദ്യോഗസ്ഥർ ഈ നിയമം കൃത്യമായി പാലിക്കുമോ എന്ന ചോദ്യവും അവർ ഉയർത്തുന്നു. അതുപോലെ ഇമിഗ്രന്റ് അസിസ്റ്റന്റ് സെന്റർ പ്രസിഡന്റ് ഹെലീന ഡാൽവിയ ചൂണ്ടിക്കാണിക്കുന്നത് ഫെഡറൽ ഇമിഗ്രേഷൻ ഏജന്റുകൾ പലപ്പോഴും ഇത്തരം സംസ്ഥാന നിയമങ്ങളെയോ പ്രൊട്ടക്റ്റുകളെയോ മാനിക്കാതെ പ്രവർത്തിക്കുന്നു എന്നാണ്. എങ്കിലും മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുട്ടികൾക്കായി സ്ഥിരമായ ഗാർഡിയൻഷിപ്പ് ഉറപ്പാക്കാൻ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തത് വലിയൊരു ആശ്വാസമാണെന്ന് അവർ കൂട്ടിച്ചേർക്കുന്നു. അതേസമയം രാജ്യത്തെ ഔദ്യോഗിക നിയമങ്ങൾ ലംഘിച്ച് എത്തുന്നവരെ സംരക്ഷിക്കാൻ സംസ്ഥാന ഫണ്ട് ഉപയോഗിക്കുന്നത് തെറ്റാണെന്നും ഇത് സംസ്ഥാനത്തിന് ദോഷം ചെയ്യുമെന്നും വിശ്വസിക്കുന്ന ഒരു വിഭാഗവും ഇവിടെയുണ്ട്.
ഫെഡറൽ ഭരണകൂടത്തിന്റെ കടുത്ത കുടിയേറ്റ വിരുദ്ധ നയങ്ങൾക്കെതിരെ ഒരു സംസ്ഥാനം ഉയർത്തുന്ന ശക്തമായ പ്രതിരോധമാണ് മസാച്ചുസെറ്റ്സിലെ പ്രൊട്ടക്ട് ആക്ട്. മനുഷ്യാവകാശങ്ങളും പൊതുസുരക്ഷയും ഉറപ്പുവരുത്തിക്കൊണ്ട് ഭയമില്ലാതെ ജീവിക്കാനുള്ള അന്തരീക്ഷമൊരുക്കാൻ ഈ നിയമത്തിന് സാധിക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. കുടിയേറ്റക്കാരുടെ അവകാശ പോരാട്ടങ്ങളിൽ ഈ നിയമം മറ്റു പല അമേരിക്കൻ സംസ്ഥാനങ്ങൾക്കും ഒരു വഴികാട്ടിയായേക്കാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിവരങ്ങൾക്കും വാർത്തകൾക്കും ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക.